മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓണക്കാലത്ത് വീടുകളിൽ പൂക്കളത്തോടൊപ്പം ചേർത്ത് വെക്കുന്ന മാതേവരെ ഏവർക്കും അറിയാം. അത്തം മുതൽ തന്നെ മാതേവരുടെ പണി തുടങ്ങും. മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കുന്ന മാതേവരെ സൂക്ഷിച്ചു വെക്കുന്നതും പതിവാണ്. എന്നാൽ ഇന്ന് അത് മാറി മരം കൊണ്ട് മാതേവരെ നിർമ്മിക്കുന്ന വാണിയംകുളം പനയൂരിലെ ഒരു കുടുംബത്തെ പരിചയപ്പെടാം. ഓണക്കാലത്ത് വീടുകളിൽ പൂക്കളത്തോടൊപ്പം ചേർത്ത് വെക്കുന്ന മാതേവരുകളെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. പണ്ടത് വീടുകളിൽ മണ്ണുപയോഗിച്ച് നിർമ്മിച്ചിരുന്നു. അത്തം മുതൽ മാതേവരെ തയ്യാറാക്കുന്ന പണി തുടങ്ങും. മണ്ണുകൊണ്ടുണ്ടാക്കുന്ന മാതേവരുകളെ കേടുവരാതെ സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അതൊന്നും വേണ്ട. മണ്ണുകൊണ്ടുള്ള മാതേവർക്ക് പകരം മരം കൊണ്ടുള്ള മാതേവരുകളെ നിർമ്മിക്കുന്ന വാണിയംകുളം പനയൂർ സ്വദേശികളെ പരിചയപ്പെടാം. അത്തം മുതലുള്ള ഓണവിപണിയിൽ സജീവമായി വിറ്റഴിക്കപ്പെടുന്ന ഇനങ്ങളിലൊന്നാണ് മാതേവരുകൾ. പല വീട്ടുമുറ്റങ്ങളിലെ പൂക്കൾക്ക് നടുവിലായി മാതേവരുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. പരമ്പരാഗതമായി ഇവ നിർമ്മിക്കുന്നത് കളിമണ്ണ് കൊണ്ടാണ്. കാലചക്രം മാറിമറിഞ്ഞപ്പോൾ പനയൂർ മിനിപ്പടി സ്വദേശിയായ ജയകൃഷ്ണന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയിൽ നിന്നാണ് മരം കൊണ്ടുള്ള മാതേവരുകൾ നിർമ്മിച്ചു തുടങ്ങിയത്. ഏതാണ്ട് 10 വർഷം മുമ്പ് നിർമ്മിച്ചു തുടങ്ങിയ മരം മാതേവരുകൾക്ക് തൃശൂർ ഉൾപ്പെടുന്ന പല ജില്ലകളിലും നല്ല ഡിമാൻഡാണെന്ന് ജയകൃഷ്ണൻ പറയുന്നു. ചിരവ നിർമ്മാണ യൂണിറ്റ് നടത്തിവരുന്ന ജയകൃഷ്ണനും P. രാജനുമാണ് ഓണവിപണി പൊടിപൊടിക്കുന്ന മിക്ക മാർക്കറ്റുകളിലും വിൽപ്പനയ്ക്കായി ഇവ എത്തിച്ചു നൽകുന്നത്. മഴ നനഞ്ഞാലും കേടുവരില്ല. ചിതലരിക്കാതെ സൂക്ഷിച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാമെന്നതാണ് മറ്റൊരു പ്രത്യേകത. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട, കാട്ടൂർ, ചേർപ്പ്, തൃപ്രയാർ തുടങ്ങിയ ഭാഗങ്ങളിലെ മാർക്കറ്റുകളിലേക്കാണ് നിർമ്മിക്കുന്നവ കയറ്റി അയക്കുന്നത്. ഒരു സീസണിൽ 3000 മുതൽ 5000 വരെ മാതേവരുകളെ നിർമ്മിക്കാറുണ്ടെന്ന് ജയകൃഷ്ണൻ പറയുന്നു. ഒരു 10-14 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതിന് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത് എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ ബാംഗ്ലൂർ താമസിക്കുന്ന ഒരാൾ മണ്ണിൽ ഇത് ഉണ്ടാക്കി കൊണ്ടുപോയായിരുന്നു. അവിടെ ബാംഗ്ലൂർ മലയാളികൾക്ക് ഭയങ്കരമായിട്ട് മലയാളി അസോസിയേഷൻ്റെ ഓണാഘോഷം ഭയങ്കരമാണ്. നമ്മൾ മലയാളികൾ ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർ ആഘോഷിക്കും ആ കാലത്ത് തന്നെ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ മണ്ണിലുണ്ടാക്കിയ സാധനം അവർ കൊണ്ടുപോകുമ്പോൾ ബാഗിൽ ഉടഞ്ഞു പോയതിൻ്റെ ഒരു കഥ പറഞ്ഞപ്പോഴാണ് ഇതൊന്ന് മാറി ചിന്തിച്ചാൽ എന്താണ്, ഇത് മരത്തിലുണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് തോന്നിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത് തുടങ്ങിയത്. ഒരു 14-15 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നല്ല കച്ചവടം ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും അതിന് ഡിമാൻഡിന് കുറവൊന്നുമില്ല. മണ്ണിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് മരത്തിലുണ്ടാക്കുന്നതിനാണ്. ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പഴയ കാലത്ത് തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള മലയാളികളും മരം കൊണ്ടുള്ള മാതേവരുകൾക്കായി ഓർഡറുകൾ നൽകാറുണ്ട്. മില്ലുകളിൽ നിന്നും ആവശ്യാർത്ഥം തടികൾ കൊണ്ടുവന്ന് ചക്രവാളിൽ ഈർന്നെടുത്ത് പിരമിഡ് ആകൃതിയിലാണ് മാതേവരെ ഉണ്ടാക്കുന്നത്. നിർമ്മിച്ച ശേഷം പൂവുകൾ കുത്തിവെക്കാനുള്ള ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി മണ്ണിന്റെ നിറത്തിലുള്ള പെയിന്റ് അടിച്ച് പൂർണ്ണത വരുത്തും. ഉണക്കിയെടുത്ത ശേഷം ഇവ വിപണിയിലെത്തിക്കും. പിരമിഡാകൃതിയിൽ മണ്ണ് കുഴച്ചുണ്ടാക്കിയ രൂപം പൂക്കളത്തിനരികിൽ പ്രതിഷ്ഠിക്കുന്നതിനെയാണ് മാതേവര് വെക്കുക എന്ന് പറയുക. കളിമണ്ണോ ചുവന്ന മണ്ണോ കൊണ്ടാണ് തൃക്കാക്കരയപ്പനെയും മാതേവരെയുമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇതെല്ലാം പണ്ട് ഓരോ വീടുകളിലും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അവയെല്ലാം കേട്ട കഥകൾ മാത്രമാണ്. റെഡിമെയ്ഡ് പൂക്കൾ വിപണിയെ കീഴടക്കുന്നത് പോലെ വിപണിയിലെത്തുന്ന മാതേവരുകളെ വാങ്ങാനും ആവശ്യക്കാരേറെയാണ്. അത് കാട്ടൂര്, ഇരിങ്ങാലക്കുട, തൃപ്രയാർ, ചേർപ്പ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങളുടെ മാർക്കറ്റ്. ഒരു 15 വർഷക്കാലമായിട്ട് ഞാൻ രാജേട്ടനും ഇത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും തന്നെ പണിയെടുക്കുന്നതും സെയിൽ ചെയ്യുന്നതും. പക്ഷെ അവിടെ നല്ല മാർക്കറ്റ് ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഈ സാമ്പത്തിക മാന്ദ്യമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കമ്മിയായിട്ടുണ്ടെങ്കിൽ പോലും ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ഈ മരത്തിൽ ഉണ്ടാക്കുന്നതിന് ഈ മണ്ണിലുണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ ഡിമാൻഡ് ഉണ്ട്. അത്തം മുതലാണ് ഇതിന്റെ കച്ചവടം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്തുണ്ടാവും അറിയില്ല. കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളെ അധ്വാനം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും ഇതൊരു പ്രതീക്ഷയാണ്. ഒരു 10-15 വർഷക്കാലമായിട്ട് ഞങ്ങളുടെ ഓണാഘോഷം എങ്ങനെയാണ്, കാണാൻ പറ്റും ഓണം ഉണർന്നു എന്നാണല്ലോ ചൊല്ല്. അതേപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മാതേവരെ വിറ്റ് ഓണം ഉണ്ണുന്ന ആളുകളാണ് ഞങ്ങൾ. ആ ഒരു പ്രതീക്ഷയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് അവസാനിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.